നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ നൽകുവാൻ സർക്കാരിന് സാധിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മരുന്ന് വിതരണം ചെയ്ത വകയിൽ 75 കോടി കുടിശ്ശികയെന്ന് മരുന്ന് വിതരണക്കാർ. ലക്ഷദ്വീപ് ബേപ്പൂർ യാത്രായാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഭക്തിപൂർണതയിൽ ശിവരാത്രി ആഘോഷങ്ങൾ. വനിതാ ദിനത്തിൽ ദേവദാസി സമ്പ്രദായത്തെ ആസ്പദമാക്കി ഫോട്ടോഷൂട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കടലുണ്ടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം പരാമർശിച്ചത്. ഒരു തണ്ടപ്പേര് പോലും അവകാശപ്പെടാൻ കഴിയാത്ത എല്ലാ സാധാരണക്കാർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നതെന്ന് കടലുണ്ടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന മേഖല ആയ വില്ലേജ് ഓഫീസുകൾ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പരമാവധി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ സാധാരണ നിലയിൽ കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2.5 വർഷക്കാലത്തിനിടയിൽ 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ, 1,53,103 പട്ടയങ്ങൾ 2.5 വർഷക്കാലത്തിനിടയിൽ കൊടുത്തു തീർക്കാൻ ഈ ഗവൺമെൻറ്റിനായി. കേവലം കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഭൂപരിഷ്കരണ നിയമം പറയുന്നത് പോലെ ഒരു തണ്ടപ്പേര് പോലും അവകാശപ്പെടാൻ കഴിയാത്ത എല്ലാ സാധാരണക്കാർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ഭൂമിക്കും രേഖയുണ്ടാക്കുക. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ നാട മുറിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സജിത പൂക്കാടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പച്ചാട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുരളി മുണ്ടേങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മരുന്ന് വിതരണം ചെയ്ത വകയിൽ 75 കോടി രൂപ കിട്ടാനുണ്ടെന്ന് മരുന്ന് വിതരണക്കാർ. കഴിഞ്ഞ 8 മാസമായി പണം കുടിശ്ശികയാണ്. കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ മാർച്ച് 10 മുതൽ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്നും വിതരണക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞ 8 മാസമായി ഏകദേശം 75 കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടേഷൻ ബേസിലാണ് ഞങ്ങളിവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ഈ മെഡിക്കൽ കോളേജിനോടൊപ്പം നിന്ന് കാലാകാലങ്ങളായി HDC മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു 15 ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ്, പ്രിൻസിപ്പള്, ജില്ലാ കളക്ടർ, മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ്. വെറും 5% മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും പ്രാരാബ്ധത്തിലാണ്. ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാനുള്ള ഞങ്ങൾ സപ്ലൈ ചെയ്തതിൻ്റെ പണം ഈ മാസം നാളെ മുതൽ 10-ാം തീയതി മുതൽ 10-ാം തീയതിക്കകം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ
മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് എല്ലാവരെയും ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. മരുന്നുകളുടെ വില ഏറ്റവും കുറച്ചാണ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് നൽകുന്നതെന്ന് വിതരണക്കാർ പറഞ്ഞു. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാർക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കുടിശ്ശികയുണ്ട്. ഇതിൽ ഡിസംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും കിട്ടിയില്ലെങ്കിൽ എല്ലാവരും വിതരണം നിർത്തും. സ്റ്റെന്റ്, സർജിക്കൽ ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവയുടെ വിതരണമാണ് നിലയ്ക്കുക. 70ഓളം വിതരണക്കാർക്ക് കുടിശ്ശിക കിട്ടാനുണ്ട്. 8-ാം മാസം മുതലുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. 8-ാം മാസം മുതലുള്ള ഒരു 3 മാസത്തെ പേയ്മെന്റ് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഡിസംബർ 31 വരെയുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരും കോഴിക്കോട്ടെ ഔഷധ, സർജിക്കൽ, സ്റ്റെഡ് തുടങ്ങിയ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയും മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 15 ദിവസം മുൻപ് ആരോഗ്യമന്ത്രി, കളക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും സാംസൺ എം ജോൺ, PB വിദ്യാസാഗർ, TP റിയാസ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലക്ഷദ്വീപ് ബേപ്പൂർ യാത്രായാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ടെൻഡർ ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള UAE കപ്പൽ സർവീസ് ആരംഭിക്കണമെന്നും MDC യോഗം ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ്, വകുപ്പ് മന്ത്രിമാറ്റം എന്നിവ മൂലം കേരള UAE കപ്പൽ സർവീസ് അനന്തമായി വൈകുന്ന സാഹചര്യത്തിലാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ കേരള മുഖ്യമന്ത്രിക്ക് കപ്പൽ സർവീസ് എത്രയും വേഗം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടവരുടെ അടിയന്തര യോഗം ചേർന്ന് കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായി MDC പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. സർവീസ് ആരംഭിക്കുന്നതിന് എല്ലാ അനുമതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചു. യോഗ തീരുമാനപ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായി തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസും ടെൻഡർ വിളിച്ചതിന്റെ കോപ്പി സഹിതം മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള IASഉം MDC പ്രസിഡന്റിനെ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ സർക്കാർ എല്ലാ കടമ്പകളും കണ്ട കപ്പൽ സർവീസ് ആരംഭിക്കാൻ എത്ര വേഗം നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലതാമസം ആരംഭിക്കുന്നത് തന്നെയാണ്. വളരെയധികം നല്ല കോർഡിനേഷൻ നമ്മുടെ മാരിടൈം ചെയർമാൻ നടത്തുന്നുണ്ട്. നമുക്ക് ആ ആവശ്യം നേടിയെടുക്കാൻ കഴിയും. 2023 മെയ് 5 ആരംഭിച്ചെങ്കിലും യാത്രക്കാർ ഇല്ലാത്തതിനാൽ നിർത്തിവെച്ച ചെറിയ പാനി എന്ന കപ്പൽ ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ലക്ഷദ്വീപ് ബേപ്പൂർ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും MDCയുടെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഖജാൻജി MV കുഞ്ഞാമു, വൈസ് പ്രസിഡന്റുമാരായ KP ബേബി, ഫിലിം K ആന്റണി, സെക്രട്ടറിമാരായ PI അജയൻ, കുന്നോത്ത് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട്. ദേവദാസി സമ്പ്രദായത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഗാന്ധാരം ഫോട്ടോഷൂട്ട് ശ്രദ്ധേയമായി. ജിമേഷ് കൃഷ്ണന്റെ തിരക്കഥയിൽ ഷംഷാദ് സയ്യിദ് താജാണ് ഫോട്ടോഷൂട്ട് ഒരുക്കിയത്. വനിതാ ദിനത്തിൽ മേക്ക് ഓവർ ഫോട്ടോഷൂട്ടുമായി ഒരു കൂട്ടം മോഡലുകൾ. അടിച്ചമർത്തപ്പെട്ട ഇരുണ്ട കാലഘട്ടത്തിലെ ഓർമ്മപ്പെടുത്തലുകളുമായി ദേവദാസി സമ്പ്രദായത്തിലേക്കാണ് ഇവർ രൂപമാറ്റം നടത്തിയത്. ചരിത്രാരംഭം മുതൽ പുരോഹിതന്മാരുടെയും ഭരണാധികാരികളുടെയും അഭിലാഷങ്ങൾക്കൊപ്പം ചുവടുവെക്കുകയും വഴിയിലെവിടെയോ വെച്ച് പുറന്തള്ളപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് ദേവദാസികൾ. ജിമേഷ് കൃഷ്ണന്റെ തിരക്കഥയിൽ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും മോഡലും ട്രെയിനറുമായ ഷംഷാദ് സയ്യിദ് താജാണ് ഫോട്ടോഷൂട്ട് ഒരുക്കിയത്. ഇരുണ്ട കാലഘട്ടത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ലക്ഷ്യമിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. ദേവദാസി സമൂഹത്തിനെ ആസ്പദമാക്കിയാണ് ഗാന്ധാരം എന്ന ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നിരവധി മോഡൽസിനെ ഉൾപ്പെടുത്തിയാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. പഴയ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ വളർച്ചയെ അടയാളപ്പെടുത്തിയാണ് ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡലിംഗും നൃത്തകലയും സംഗീതവും സമന്വയിപ്പിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടിൽ 15ഓളം മോഡലുകൾ പങ്കാളികളായി. അനൂപ് ഒലിപ്രത്തിൻ്റെതാണ് ക്യാമറ. മേക്കപ്പ് റജീന, അഖില എന്നിവർ നിർവഹിച്ചു. കോസ്റ്റ്യൂംസ് അബ്ദുൾ റഷീദ് SA ഒരുക്കി. ഷംഷാദ് സയ്യിദ് താജിന്റെ നിരവധി ഫോട്ടോഷൂട്ടുകൾ ഇതിനു മുൻപും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. ശിവരാത്രി വിളക്കായി വിശേഷാൽ പൂജകളോടെയും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയുമാണ് ശിവരാത്രി ആഘോഷിച്ചത്. മഹാശിവരാത്രി ദിവസം മേളത്തോടുകൂടി കാഴ്ചശീവേലി, തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ 108 കുടം അഭിഷേകം, പൂവളാർച്ചന, വിശേഷാൽ ഉച്ചപൂജ, വൈകുന്നേരം അലങ്കാരത്തോടുകൂടി ദീപാരാധന, പഞ്ചദ്രവ്യ അഭിഷേകം, വിളക്കെഴുന്നള്ളത്ത് തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരെ നയിച്ച ട്രിപ്പിൾ തായമ്പകയും ക്ഷേത്രത്തിന് പുറത്തെ സ്റ്റേജിൽ നൃത്തശില്പവും കുച്ചിപ്പുടിയും, തളി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ 100ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. മാർച്ച് 6 മുതൽ 8 വരെ 3 ദിവസങ്ങളിലായാണ് ശിവരാത്രി വിളക്ക് ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭക്തിപൂർണതയിൽ തെപ്പോത്സവം. അലങ്കരിച്ച തെപ്പരഥത്തിൽ ദേവന്മാരെ ക്ഷേത്രക്കുളത്തിലെ മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് തെപ്പോത്സവം. ക്ഷേത്രക്കുളത്തിനു ചുറ്റും ഭക്തജനങ്ങൾ ചടങ്ങുകൾക്ക് സാക്ഷികളായി. തെപ്പോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രനടയിൽ ആറാട്ടുകുട കൈമാറ്റത്തിനു ശേഷം ശ്രീകണ്ഠേശ്വരൻ, സുബ്രഹ്മണ്യൻ, പാർവതി തിടമ്പുകൾ ഗജവീരന്മാരുടെ പുറത്ത് ക്ഷേത്രക്കുളത്തിലേക്ക് എഴുന്നള്ളിച്ചു. അലങ്കരിച്ച തെപ്പരഥത്തിൽ ദേവന്മാരെ ക്ഷേത്രക്കുളത്തിന് മധ്യത്തിലെ മണിമണ്ഡപത്തിലെത്തിച്ചു. വിഘ്നേശ്വരന്റെ സാന്നിധ്യത്തിൽ അഭിഷേകങ്ങളും പൂജയും നടത്തി. പല്ലശ്ശന ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ നാഗസുര കച്ചേരിയോടുകൂടി പകൽപൂരവും ബാലുശ്ശേരിക്കോട്ട പഞ്ചവാദ്യ സംഘത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടത്തി. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദർദാസ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ട്രഷറർ KV അരുൺ, ജോയിന്റ് സെക്രട്ടറി സജീവ് സുന്ദർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സുരക്ഷിത നഗരമായി മാറിയതിന് പിന്നിൽ സന്നദ്ധ സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ S. ജയശ്രീ കാലിക്കറ്റ് ബീച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രഭാത സവാരിക്കാരുടെ സംഘടനയായ കാലിക്കറ്റ് ബീച്ച് കൂട്ടായ്മ ഇത് 2ാം വർഷമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. ബീച്ച് വൃത്തിയാക്കുന്ന വനിതകൾക്ക് ഭക്ഷ്യക്കിറ്റും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസും നടത്തിയാണ് ബീച്ച് കൂട്ടായ്മ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത്.
പരിപാടി കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലും വിഖ്യാതമായ നഗരമാണ്, സുരക്ഷിതമായ നഗരമാണ്. അത് പക്ഷേ ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് രാത്രിയോ പകലോ ഇല്ലാതെ, വ്യത്യാസമില്ലാതെ ഈ നഗരത്തിൽ കൂടെ നടക്കാൻ സാധിക്കുന്നത്, ധൈര്യപൂർവ്വം നടക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബീച്ച് വൃത്തിയാക്കുന്ന വനിതകൾക്ക് കിറ്റും അവർ വിതരണം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് NE മനോഹർ അധ്യക്ഷനായിരുന്നു. വനിതകൾ നേരിടുന്ന പല ഇത്തരം പ്രശ്നങ്ങളും പലപ്പോഴും വിഷമം അല്ലെങ്കിൽ മടി മൂലം ഇവർ പുറത്ത് പറയാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവസരം അവർക്ക് നൽകുന്നതിലൂടെ അവർക്ക് ഡോക്ടർമാരുമായി സംസാരിക്കാനും ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഒരു അവസരം ലഭിക്കുന്നു. നാഷണൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ R പ്രിയങ്ക പ്രസാദ് ക്യാൻസർ രോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജനറൽ സെക്രട്ടറി NC അബ്ദുള്ള കോയ, ട്രഷറർ ബാബു കെൻസ, കൗൺസിലർമാരായ K മൊയ്തീൻ കോയ, TK ഷമീന, കൂട്ടായ്മ അംഗങ്ങളായ ഡോക്ടർ ശിവരാജൻ, PF രാജു, BG സജി, PP ഫൈനാസ് അലി, PT ആസാദ്, കെൻസ മുജീബ് റഹ്മാൻ, VO ജയലക്ഷ്മി തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെത്താം മറ്റൊരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മടവൂർ AUP സ്കൂൾ 101ാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. ഫിയസ്റ്റ 2024ന്റെ സമാപന സമ്മേളനം കോഴിക്കോട് DDE മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ നൽകി. കുട്ടികളുടെ കലാപരിപാടികളും വേദിയിലെത്തി. മടവൂർ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായി മാറി 3 തലമുറകൾക്ക് അക്ഷരവെളിച്ചം നൽകിയ മടവൂർ AUP സ്കൂളിന്റെ 101ാം വാർഷികാഘോഷ പരിപാടികൾ ഫിയസ്റ്റ 2024 സമാപിച്ചു. സമാപന സമ്മേളനം കോഴിക്കോട് DDE മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TK അഷറഫ് അധ്യക്ഷനായിരുന്നു. ദേശീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഇൻസ്പയർ മനാക്ക് അവാർഡുകൾ നേടിയ 4 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. SSK ജില്ലാ പ്രൊജക്ട് ഓഫീസർ AK അബ്ദുൽ ഹക്കീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡയറ്റ് പ്രിൻസിപ്പൽ UK അബ്ദുൽ നാസർ, കൊടുവള്ളി AEO CP അബ്ദുൽ ഖാദർ, വാർഡ് അംഗം വാസുദേവൻ E, TK സൈനുദ്ദീൻ, M അബ്ദുൽ അസീസ് തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വെള്ളായിക്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും ഭക്തിസാന്ദ്രമായി. മഹാഗണപതി ഹോമത്തോടെയാണ് കാവിലെ താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. ശുദ്ധികലശം, സന്ധ്യാവേല തുടങ്ങിയ ചടങ്ങുകൾ ആദ്യ ദിനം നടന്നു. ഗണപതി ഹോമത്തിനും ശുദ്ധിക്രിയകൾക്കും തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മനയത്ത് കോവിലകത്തു നിന്നും കലശം വരവ് എത്തി. താലപ്പൊലിക്ക് ശേഷം തിറയാട്ടങ്ങളും അരങ്ങേറി. പുലർച്ചെ മഞ്ഞത്താലപ്പൊലിയും തുടർന്ന് ഗുരുതിയും നടന്നു. ചാന്തത്തിറയോടെ 2 ദിവസത്തെ ഉത്സവ പരിപാടികൾ സമാപിച്ചു. നെയ്വിളക്ക്, ദേവീപൂജ, അർച്ചന, പട്ടുചാർത്തൽ തുടങ്ങിയ വഴിപാടുകളും ഭക്തർ സമർപ്പിച്ചു. അന്നദാനത്തിലും മറ്റുള്ള ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പുതിയറ BMUP സ്കൂൾ 140ാം വാർഷികം ആഘോഷിച്ചു. പഠനേതര വിഷയങ്ങളിൽ പ്രതിഭകളായവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടികൾ പ്രശസ്ത നർത്തകി ഡോക്ടർ ശ്രീല ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. വാർഷികാഘോഷങ്ങളുടെ വേദിയിൽ മുഖ്യാതിഥികളായ പ്രശസ്ത കോൽക്കളി കലാകാരൻ യാസിർ കുരിക്കളയും ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും നന്ദികേശ്വര നൃത്തനൃത്യതി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി ഗുരു വിനു അമ്പാടിയുടെ ശിഷ്യൻ ചരൺജിത്ത് ബാലാജി റയാലുവിനെയും ആദരിച്ചു. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന
മൂലം നാവണ്ടേ. പോരെ, വളരെയേറെ സന്തോഷം. നല്ല പൂക്കളും മണ്ണുകളാണ് ഇന്നത്തെ പരിപാടിയിൽ നിങ്ങൾ. പ്രശസ്ത നർത്തകിയും അസിസ്റ്റന്റ് സർജൻ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ശ്രീകല പി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. സൂസൻ ആഗ്നസ്, പ്രധാനാധ്യാപകൻ ജെയിംസ് PL, ഷജീർ ഖാൻ വയ്യാനം, അനിത റോസ്, ഷർമിള ഡെന്നീസ്, ആശ ചാൾസ്, ജെസി, ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ നൽകുവാൻ സർക്കാരിന് സാധിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മരുന്ന് വിതരണം ചെയ്ത വകയിൽ 75 കോടി കുടിശ്ശികയെന്ന് മരുന്ന് വിതരണക്കാർ. ലക്ഷദ്വീപ് ബേപ്പൂർ യാത്രായാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഭക്തിപൂർണതയിൽ ശിവരാത്രി ആഘോഷങ്ങൾ. വനിതാ ദിനത്തിൽ ദേവദാസി സമ്പ്രദായത്തെ ആസ്പദമാക്കി ഫോട്ടോഷൂട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.